അപ്പോൾ ഗൈസ് 1K അടിച്ചതിൻ്റെ സെലിബ്രേഷന് നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് മൊട്ടമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊളിക്കും, അവിടെ പോയിട്ട് നമ്മൾ പൊളിക്കും. ഓക്കെ, വലിയ ആളമാരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനീ പോണ ഇങ്ങോട്ടും അല്ല, മൊട്ടമലയ്ക്കാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിലെ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളെ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുറേ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ടായിനി. പിന്നെ നമ്മളൊന്നും നോക്കില്ല, നേരെ നമ്മളെ ചെക്കന്മാരെ ബസ്സൊക്കെ വരുന്നത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ വലിയ ആളമാരി ഏതോ ഞങ്ങളിപ്പോൾ കൊച്ചി പോണ മാതിരിയാണ് ഞങ്ങളെ കാട്ടിക്കൂട്ടല്. അതാണ് മുത്ത 1K അടിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ട പാടേ. 1K അടിച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ വർത്താനം പറയുന്ന രീതിയിലൊന്നും അല്ല, ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ 1K അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് സെലിബ്രേഷൻ നല്ല രീതിയിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ് നമ്മളെ ചെക്കന്മാർക്ക് പിന്നെ എപ്പോഴും നമ്മളെ കൂടെ ഇല്ലതും കൊണ്ട് നമ്മളെ ചെക്കന്മാർ നമ്മളെങ്ങോട്ട് പോയാലും നമ്മളെ പിന്നാലെ അങ്ങോട്ട് വരും. പക്ഷേ ഈ വീഡിയോ ഇൻസ്റ്റയിലിട്ട ആൾക്കാരെന്താ ബെമാരെന്താ തല തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണു. അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മളെ ക്യാമറാമാൻ കുറച്ച് പവറായ ഇങ്ങനെയാണ്. കാരണം ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു ലോങ് വീഡിയോ ആണ് മച്ചാനെ തിരിച്ചെടുക്കുന്നത്. അപ്പൊ ചക്കം തിരിച്ചാതെ ഓന്റെ ഇഷ്ടത്തിനായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പോത്തിന്റെ കാതിൽ വേദോതി എങ്ങനെയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ സംഭവമാണ് ഇവിടെ ഇപ്പൊ നടന്നത്. കുഴപ്പമില്ല, മെച്ചൂരിറ്റിയിലെ ചെക്കനാണെന്ന് വിചാരിച്ച് വിടാനും നമുക്ക് തോന്നും. പക്ഷേ മെച്ചൂരിറ്റി വെച്ച ചെക്കനാണെങ്കിൽ പിന്നെ എന്താ കാട്ടാൻ പറ്റുക? പിന്നെ ഗൈസ് ഇവിടെ കൂടുതൽ ഒരുത്തില്ലൊരുത്താണ് എന്റെ ഒരു ചോദ്യം. മറ്റുള്ളവരും ചോദ്യത്തിന് ആൻസർ പറഞ്ഞോളി, അറിയാണെങ്കിൽ. അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞോളി, അത് വേറെ. ഈ മൊട്ടമലക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അല്ല, ഇംഗ്ലീഷിലല്ല, ഇപ്പോൾ ഈ ഊസിമലക്ക് നിഡിൽ റോക്ക് എന്നുള്ള പേരുള്ള രീതിയിൽ ഇവിടേക്ക് എന്തെങ്കിലും സ്പോട്ടിന്റെ പേരുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് ഏതാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയണത്. നമ്മളെ ഗാങ്സ്റ്റർ ചെക്കന്മാരെല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വണ്ടിമ കയറിയ ഒരു ഒറ്റ പോക്ക്. അതാ കണ്ടങ്ങള് ക്യാമറാമാൻ നൈസാണെന്ന് വിചാരിച്ചങ്ങള്. എന്താ നിങ്ങൾ അവനെ പറ്റി വിചാരിച്ചിക്കണ്? അതുകൊണ്ടാണ് നമ്മൾ ചുമരുമൊട്ടിച്ച പല്ലിന്റെ മാതിരി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണ മാതിരി അവസ്ഥയ്ക്കാണ്ട് എത്തിച്ചു ഈ കുതിര. പറഞ്ഞിട്ട് കാര്യല്ലേ, എല്ലാം നല്ലതുക്ക് എന്ന് പറയുന്ന മാതിരി എല്ലാം നല്ലതിന് തന്നെയാണെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മളൊന്നും നോക്കില്ല, ബിസ്മി ചെല്ലി അങ്ങോട്ട് പോയി. ഇന്ന് പോയിട്ട് എന്താ നടക്കണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതങ്ങോട്ട് ചെക്കന്മാരെ ഓല് വേറെ സ്പോട്ടിലാണെങ്കിൽ ശരി, നമ്മളിവിടെ എപ്പോഴും ഇല്ലതല്ലേ, നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്തുകൂടെയെന്ന് ഓല് വിചാരിച്ചു. നമ്മളത് ചോദിച്ചാൽ അതുകൊണ്ട് പിന്നെ അത് ചോദിച്ചാനൊന്നും നിൽക്കാതെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. അതിന്റെ മേലൊരു മല ഉണ്ട് എന്ന് നമ്മളെ ഇബ്രാഹിം 10 വരെ സ്കൂളിൽ പഠിച്ചിട്ടാണെങ്കിൽ ആ 11 പഠിച്ചതിന്റെ ബുദ്ധി അടക്കം ഓന്റെ തലയിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ബുദ്ധി യൂസ് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് വന്നില്ല. അപ്പൊ ഞങ്ങൾ വർത്താനം പറയുന്നത് കേട്ടിട്ട് ആ വയ്യ കൂടെ വന്നപ്പോൾ നടന്ന സംഭവമാണിത്. അപ്പൊ തന്നെ ഓനക്കൊരു കയ്യാണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇജാണ് ഇബ്രാഹിം ഈ ലോകത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന്. ആ സംഭവം കേട്ടത് ഓൻ വേറൊരു സംഭവത്തിൽ പോയി ചാടി. ശരി, ഓനങ്ങോട്ട് പോയി ചാടിയിട്ട് ഓനക്ക് എന്താ നീച്ച് വരാൻ അറിയില്ല എന്ന് ചോദിച്ചവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഓനക്ക് നീച്ച് വരാൻ അറിയും ഗൈസ്, എന്നാലും ഓൻ എന്താ കാട്ടുക? നിന്ന നിപ്പിൽ തന്നെ പിന്നെയും ചക്ക നിന്ന് ആലോചിച്ച് മണ്ട പുകയുന്ന്. പക്ഷെ എന്നാലും ചക്കൻക്ക് തലക്ക് വെളിവില്ല. ശരി, എന്നാ ഓന്റെ പല്ല 2-3 ചക്കന്മാർക്കും തലക്ക് വെളിവുണ്ട് പറഞ്ഞിട്ട് ഓല പറഞ്ഞയച്ച ഓല അയിലാറെ വലിയ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങോട്ട് പറഞ്ഞയച്ചു. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെ പണ്ടത്തെ ഓർമ്മ അങ്ങോട്ട് വരിക. പാമ്പിന് എല്ലില്ലാറിന മാറ്റത്തെ ബുദ്ധിയാണ് നമ്മളെ സുബീന്. നമ്മളെ സുബീഹ് പണ്ടേ തന്ത വൈബായം കൊണ്ട് ഓന്റെ കാര്യങ്ങൾ പറയാനും ഞാൻ അങ്ങോട്ട് ആഗ്രഹിക്കണില്ല. പിന്നെ നമ്മുടെ ക്യാമറ മച്ചാൻ നിയാസ് വൈബിന്റെ കളി കാണുമ്പോഴാണ് അതാണ് ഇടയ്ക്ക് നമ്മുടെ MRZ വർത്താനക്കടയിൽ കയറുന്നുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ എന്താ കഥ എന്ന് വെച്ചാൽ കുറെ വർത്താനങ്ങൾ ഇത് കേട്ട് നമ്മളെ മൈൻഡിൽ അങ്ങനെ പതിനത് കൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഗൈസ് നമ്മൾ അവിടുന്നൊക്കെ വർത്താനം പറഞ്ഞ് വണ്ടിയൊക്കെ റെഡിയാക്കി എല്ലാവരും മേത്തും ചളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് കഴുകി അള്ളാണ് മുത്ത ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഈ വീഡിയോ തന്നെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചു? സിമ്പിളായിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ റഹ്മാനായ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ ഒന്നും വേണ്ട ഗൈസ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയ ഇത് തരാം. ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇൻസ്റ്റയിൽ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ ഒരു 2 വീക്ക് മുന്നെയാണ് ഈ സംഭവം ഞങ്ങൾ നടന്നത്. പക്ഷേ ഈ വീഡിയോ ആ ഷോർട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഷോർട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പം തന്നെ നമ്മളെ ചെക്കന്മാർ ഗ്യാങ്ങത്തെ ചെക്കന്മാരെല്ലാവരും പറയുന്നുണ്ട്, എടാ ലോങ് അപ്ലോഡ് ചെയ്യുക, എപ്പോഴാടാ അപ്ലോഡ് ചെയ്യുക കുറേ ആൾക്കാർ. പിന്നെ നമ്മൾ വേറെ കുറേ പരിപാടി കൂടെ അങ്ങനെ നടക്കണേ കൊണ്ട് വേറെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്ത് നടന്ന് അങ്ങനെ ചെയ്ത് അവസാനം ഇപ്പോൾ ഒരു മാസം 1.5 മാസം 2 മാസത്തിൻ്റെ അടുത്തായി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഗൈസ്. അത്രക്കും പരിപാടി ഉണ്ട്, നമ്മൾ കാണുന്ന മാതിരിയൊന്നുമല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ സിമ്പിളായി എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഇടുക എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുക. അതൊന്നല്ലാതെ കഷ്ടപ്പാടുണ്ടെന്ന് വിചാരിക്കണം നിങ്ങൾ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പാട് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം വീഡിയോ എടുക്കുന്നത് മുതൽ അപ്ലോഡ് ചെയ്യണവരെ, നമ്മളവിടുന്ന് പോകുന്നത് മുതൽ വരുന്നത് വരെയുള്ള കഷ്ടപ്പാട് നമുക്ക് എന്തായാലും ഉണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന എൻജോയും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോക്ക് വരാൻ വേണ്ടിയിട്ടാണ്, വീഡിയോയിൽ ഇങ്ങനെ നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻജോയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റിയൽ ലൈഫ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തന്നെ നിങ്ങൾക്ക് അറിയണമല്ലേ, കാണുന്ന വീഡിയോയിൽ നല്ല അടിപൊളി കാരം ചിരിച്ച് കളിച്ച്, പക്ഷേ ഓൻ്റെ റിയൽ ലൈഫ് വേറെ മാതിരി കാരം. അതേമാതിരിയാണ് അപ്പം നമ്മളിത്. അപ്പം ഞാൻ അത് വിട്ടിട്ട് നമ്മളെ പരിപാടി കണ്ടുവരാം. അപ്പം ഈ ടോപ്പിക്ക് വിട്ടിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്ക് കണ്ട് കയറിയാലോ. പിന്നെ ഗൈസ് നമ്മളൊന്നും നോക്കില്ല, കേക്കൊക്കെ ഏകദേശം തുറന്ന്
ചെക്കന്മാരത്തൊക്കെ സെറ്റാവാൻ പറഞ്ഞിട്ട് നാലാപുറത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ക്യാമറ വെച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്തീനി. അതൊക്കെ എങ്ങോട്ടാ പോയി എന്ന് ആർക്കും കണ്ടില്ല. പക്ഷേ കിട്ടിയ വീഡിയോ ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കയറ്റി, ഞാനൊന്നും നോക്കിയില്ല. അപ്പോൾ നമ്മൾ പൊട്ടിച്ചണ ആ സാധനം ഉണ്ടല്ലോ, ആ പൊട്ടിച്ചണ സാധനം ഒന്ന് വാങ്ങിനി, പിന്നെ കേക്കും വാങ്ങിനി, പിന്നെ നമ്മളെ ചെക്കന്മാരും വന്നിനി. അപ്പോൾ ഇനി കണ്ടില്ലേ നമ്മളെ ചെക്കൻ കുറേ ക്യാമറ ഒക്കെ തലങ്ങും വിലങ്ങും കയറിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഏതോ ഒരു ഭാഗ്യത്തിന് ഇവൻ്റെ അടുത്ത് പറഞ്ഞു അടാ ഇജ്ജോ ഒന്നും ജസ്റ്റ് എടുത്തോന്ന്. അപ്പോൾ ആ എടുത്തതേ കിട്ടിയതുള്ളൂ. മറ്റേത് ഇതാ ഇവിടെ നിൽക്കണില്ല, ആ സാധനം പിടിച്ചിട്ട് നമ്മളെ കൈത നമ്മളെ സ്വന്തം കൈതയാണത്. ആ കൈതൻ്റെ ഫോണിൽ നിന്ന് ബന്ധാട്ടിക്കണ്, എടുക്കണീൻ്റെ മുന്നേ കളഞ്ഞിക്കണ്. പക്ഷെ അവൻ ചെയ്യാത്ത അലമ്പാളൊന്നുമില്ല കേട്ടോ. വീഡിയോസിൽ ചെയ്യാത്ത അലമ്പാളില്ല, റിയലായിട്ടും ചെയ്യാത്ത അലമ്പാളൊന്നുമില്ല. പക്ഷെ എന്താട്ടിക്കണേ വലിയ ആളമാർ വീഡിയോ എടുത്തത് ഓൻ്റെ ഫോണിലാണ് മേലെ സ്റ്റിക്കിലൊക്കെ എടുത്തിക്കണേ. അതേ കാര്യം ഒന്നും നൈസായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കിട്ടിയില്ല ഗൈസ്. ഈ കൈതനം കൊണ്ട് അതൊക്കെ പോയി. അപ്പോൾ ശരി കിട്ടിയ വീഡിയോയിൽ നമ്മൾ പവറാക്കാന്ന് വിചാരിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ചെറിച്ചിനൊക്കെ ഉണ്ട്, എന്താ കഥ അറിയില്ല. പക്ഷേ ഗൈസ് നല്ല എൻജോയ് ചെയ്തിരിക്കണേ. അന്ന് ഞങ്ങൾ ചെക്കന്മാരേറ്റം പോയിട്ടാണെന്ന് അറിയില്ല, ചെക്കന്മാരൊപ്പം പോയിട്ട് ആ സ്പോട്ട് പോയിട്ടാണെന്ന് അറിയില്ല. ഏകദേശം നമ്മൾ ലൈഫിൽ നല്ലൊരു മറക്കാൻ പറ്റാത്ത മൊമെൻറ്റുകളും സംഭവങ്ങളൊക്കെ അവിടെ നടന്നിക്കണേ. സെറ്റ് കഴിഞ്ഞു. അന്ന് പരിപാടി ഒന്നും പറയാനല്ല, സെറ്റ് കഴിഞ്ഞു. ചെക്കന്മാരെല്ലാവരും വന്ന് ഡാൻസൊക്കെ ആടി പവറായി. അതൊക്കെ ഇനി വരും. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കണതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കുറേ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പൊട്ടിച്ചതിൻ്റെ ഒരു 2 മിനിറ്റ് മുന്നേ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്ക് കൊടുക്കണില്ലടെ, സംസാരിക്കാതെ നിൽക്കുന്നതാണ് ഇപ്പോൾ ആ പറയണത് ഞാൻ. അങ്ങനെ 2 മിനിറ്റ് നിന്നീനി ഞങ്ങൾ. പിന്നെ അങ്ങനെ അതൊക്കെ നമുക്ക് ഇതിൽ കട്ട് ചെയ്തിട്ടാണ് കയറ്റിക്കണത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം കയറ്റിയിട്ട് നമ്മളെ വൃത്തിയിട്ട കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് ആ വീഡിയോ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ടൈം ആവും. എന്തായാലും ഒരു എഡിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. നമുക്ക് അവിടെ എഡിറ്റർ നമ്മൾ തന്നെ വേണ്ടൊക്കെ ചെയ്യണേ. പിന്നെ ഗൈസ് ഒന്നും നോക്കില്ല, അങ്ങോട്ട് പൊട്ടിച്ചാണ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ പൊട്ടിച്ചിട്ട് ഒരൊറ്റ വീസും വീസി അത് കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ 1K സെലിബ്രേഷൻ അടിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് കേക്ക് കിട്ടാൻ പോകണേ. എല്ലാം നിങ്ങളെ സപ്പോർട്ടും കൊണ്ടാണ്. അപ്പോൾ ഇനിയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് പീസ് ഇതാകണം. അപ്പോൾ ഫസ്റ്റത്തെ പീസ് തന്നെ നമ്മളെ സ്വന്തം ചങ്കാൾക്ക്, നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്വന്തം ചങ്കാൾക്കും വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ പീസ് നമ്മൾ ഇതാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ചെക്കന്മാരാകെ അലമ്പാക്കി നമ്മളെ മുഖത്തു കൂടെ ഒക്കെ വാരി തേച്ച് ആകെപ്പാടെ നമ്മൾ അലമ്പാക്കിക്കാണ്. ശരി കുഴപ്പമില്ല, നമ്മളെ ചെക്കന്മാരല്ലേന്ന് വിചാരിച്ച് ഞാൻ എന്താട്ടി അതൊന്ന് തുടക്കാനുള്ള ഒരു പേപ്പർ പോലും അവിടെ ഇല്ല ഗൈസ്. പിന്നെ വെള്ളമില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മുതൽ ഇനി വീഡിയോ കഴിയുന്നത് വரைക്കും നമ്മളെ മുഖം അങ്ങനെ തന്നെ കാരണം. അതിൽ നല്ല സ്നേഹമുള്ള ഒരു ചെക്കനാണ് നമ്മളെ JK എന്ന് പറയുന്നത് നമ്മളെ ചെക്കൻ. ആ ചെക്കൻ ഒന്നും നോക്കിയില്ല, ഒരു പീസ് എടുത്ത് നമ്മളെ വായിൽ വെച്ചു. ഇതിൽ എന്തെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചെക്കന്മാരെ എൻജോയ് ചെയ്യാനുള്ള ചെക്കന്മാർ നമ്മളെ ഗാംഗിലുമാണ്, ഇങ്ങനത്തെ ചെക്കന്മാർ നമ്മളെ ഗാംഗിലുമാണ്. ബാക്കിലൊരു കൈത ഉണ്ടല്ലേ നിങ്ങൾ, ആ കൈത നമുക്ക് എന്തായാലും ഇപ്പം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു പരിപാടി വരുമ്പോൾ നമുക്ക് കളറാക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇബ്രാഹിംക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മുഖത്ത് ഇങ്ങനെ കേക്കൊക്കെ തേച്ചില്ലേ, അതിൻ്റെ സന്തോഷമാണ്. നമ്മൾ ഇബ്രാഹിൻ്റെ മുഖത്ത് കൊണ്ട് ചെപ്പൊക്കെ ഒന്ന് കൊടുക്കണം. പിന്നെ ആകെ വീഡിയോയിൽ ആകെ അലമ്പാക്കിക്കണ് ഗൈസ്. അവന്മാരൊക്കെ നോക്കി അമ്മ നീറ്റായിട്ടാണ് നിൽക്കണേ. നമ്മളാകെ അലമ്പാക്കി ആ വീഡിയോയിൽ. എന്നിട്ട് നമ്മളെ ചെക്കന്മാരൊക്കെ 18+, പിന്നെ സൊബിഹത്ത് സക്കലീനും, പിന്നെ ഗുറും പിള്ളേരും, പിന്നെ നിയാസ് 2005 ഇവന്മാരൊക്കെയാണ് നമ്മളെ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഗൈസ് നമ്മളിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക വന്നിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായി നമ്മളത്, എവിടെ ഉള്ളത്, പാടന്തറയിലാണോ ഇല്ല നിങ്ങൾ ദേവർശോലിയിലാണോ ഇവിടെ ഇല്ലാണോ അല്ല പുറത്തില്ലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട്. കാരണം ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ്. പക്ഷേ മൊട്ടമലയ്ക്കാണ് ഒരുപാട് ആൾക്കാർ വരല്, പക്ഷേ ഇവിടെ അധികാരം വരലില്ല. പക്ഷെ ഇങ്ങോട്ടും നമ്മളെ ചെക്കന്മാർ വന്നിക്കണ്. പിന്നെ അതാ സ്റ്റിക്ക് ഇപ്പോൾ നിയാസല്ല എത്രയും നേരം സ്റ്റിക്ക് പിടിച്ചിനി. അപ്പോൾ ഓനത്ത് വന്നൊരു പീസൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് ക്യാമറ വേറെ ആളത്ത് കൊടുത്തു. ഇതൊക്കെ എടുത്തതൊക്കെ ശരി തന്നെയാണ് ഗൈസ്, കഷ്ടപ്പെട്ട് എടുത്തിക്കണ ചെക്കന്മാർ. പക്ഷേ ഈ കൈത ഒറ്റ അടിക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കി. പിന്നെ ഇപ്പോൾ മേപ്പട്ടൊക്കെ വിസിലൂതിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ കാട്ടിയത്, ഈ വീഡിയോയിലെ നല്ല നല്ല ക്ലിപ്പുകളൊക്കെ കയറ്റിയിട്ട് അങ്ങോട്ട് എടുത്തപ്പോൾ എന്തായാലും മേപ്പട്ടൊക്കെ വിസിലടിച്ച മാതിരി തന്നെ അയക്കണേ. എന്തായാലും ചെക്കന്മാർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നല്ലത് തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കണത്. ഏതായാലും നമ്മളെ ചെക്കന്മാരെ സ്റ്റാൻഡേർഡ് താത്തിയിട്ടില്ല വർത്താനം അവിടെ പറയാൻ പാടില്ലല്ലോ. അതും കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ ചെക്കന്മാരൊന്ന് പൊലിവായതുകൊണ്ട് കണ്ടു. അപ്പോൾ എന്തായാലും മുഖത്തിലെ സന്തോഷം നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഇനി 2K 3K അതേപോലെ 50K 1 lakh അതൊക്കെ എങ്ങനെ അടിച്ചാന്നില്ല പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടിക്കുന്നില്ല പ്ലാനൊക്കെ ഇട്ടിട്ട് കുറച്ച് പോയിക്കൊണ്ട് വീഡിയോന്റെ ഫിനിഷിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഫൈനലി നമ്മൾ വണ്ടിന്റെ അടുത്ത് എത്തിക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. നിങ്ങളെ സപ്പോർട്ട് എല്ലാവരും ആണ്.
ഫസ്ലു ലൈഫ് സ്റ്റൈൽ